ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് 1/12/2022 ഇന്ന് ഏഷ്യ ജസ്റ്റ് ട്രെൻഡിങ് പോലെ വന്നിട്ട് നമ്മുടെ ലിക്വിഡിറ്റീസൊക്കെ ഗ്രാബ് ചെയ്ത് പിന്നീട് ഇവിടെ ഒരു മെഡിക്കേഷനൊക്കെ ചെയ്ത് 50 മിനിറ്റ് മെഡിക്കേഷനാണിത്. മെഡിക്കേറ്റ് ചെയ്ത് മേളിലേക്ക് പോയി. നമ്മൾ ലണ്ടൻ ഓപ്പൺ എവിടെയായിരുന്നു? ലണ്ടൻ ഓപ്പൺ ഓക്കെ. നമുക്ക് 5 മിനിറ്റിൽ പോവാം. 5 മിനിറ്റിൽ നമ്മുടെ ലണ്ടൻ ജസ്റ്റ് ഏഷ്യയുടെ ഹൈസൊക്കെ സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പിന്നീട് വീണ്ടും ഡബിളായിട്ട് 2 വട്ടം സ്വീപ്പ് ചെയ്തു. ഇവിടെ ഒരു സ്വീപ്പ്, ഇവിടെ ഒരു മെഡിക്കേഷൻ ചെയ്തിട്ട് ഇവിടെ ഒരു FEG ഉണ്ട്. ഈ FEGയിൽ മെഡിക്കേഷൻ എടുത്തിട്ടാണ് മേളിലേക്ക് വീണ്ടും പോയത്. ഓക്കെ, FEGയിലല്ലെങ്കിൽ ഈ ഒരു വാട്ടർ ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിൽ മെഡിക്കേഷൻ എടുത്ത് മേളിലേക്ക് പോയി. നൈസ് ഒരു ഷൂട്ടായിരുന്നു. എന്നിട്ട് മേളിൽ നേരെ താഴേക്ക് വന്ന് ഒരു ഓപ്പർച്യൂണിറ്റിയും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു നോക്കിക്കൊണ്ട്. പക്ഷേ എനിക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ടൊന്നും കിട്ടിയില്ല. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ FEGയിലാണ്. അതെനിക്ക് വീണ്ടും ഒന്നുകൂടെ വന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കയറി ഇവിടെ വന്നായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ. പക്ഷേ എനിക്കത് കിട്ടിയില്ല. സോ നേരെ താഴേക്ക് പോയി കഴിഞ്ഞ് നമ്മളുടെ താഴത്തെ ലിക്വിഡിറ്റീസ് എല്ലാം സ്വീപ്പ് ചെയ്തു. എല്ലാ ലിക്വിഡിറ്റീസും സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ മേളിലേക്ക് പോയി. ഇവിടെ ഒരു FEGയിൽ മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് ഇറങ്ങിയപ്പം ഞാൻ 1 മിനിറ്റിൽ ജസ്റ്റ് അവിടെ ഒരു എൻട്രി എടുത്തു. കാരണം ഇവിടെ ഒരു OB ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് OB നേരെ മേളിലേക്ക് പോയി. നേരെ വന്നു FEG ഫോം ചെയ്തു. ബ്രേക്കോ സ്ട്രക്ചേഴ്സ് ഒന്നും ഉണ്ടായില്ല. ഇവിടെ ഞാൻ ഈ ഒരു FEG ഫെയിലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു FEGയിൽ മെഡിക്കേഷൻ ഉണ്ടായില്ല. നേരെ ഒരു അഗ്രസീവ് ബ്രേക്കോ സ്ട്രക്ചർ അല്ല, നേരെ അഗ്രസീവായിട്ട് പോയി. ഫ്രാക്റ്റലി ഇവിടെ എന്തെങ്കിലും കാണും. സോ അതാണ് അഗ്രസീവായിട്ട് പോയത്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു എൻട്രി എടുത്ത് ഇതായിരുന്നു എൻ്റെ എൻട്രി. ഞാനിവിടെ എൻട്രി എടുത്തു. ജസ്റ്റ് ചുമ്മാ എടുത്തതാണ്. ഓക്കെ, ലോ റിസ്കിലാണ് എടുത്തത്. അത് ഞാൻ ഒരു 1:3 ഇവിടെ വരെ 1:3 അല്ല, ഇവിടെ വരെ എൻ്റെ പ്രോഫിറ്റ് റൺ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ബ്രേക്ക് ഈവൻ ആക്കി. പിന്നീട് 80% എടുത്ത് റൺ ചെയ്യിക്കാൻ വിട്ടു. അത് ഞാൻ ഏകദേശം ഇവിടൊക്കെ ആയപ്പോൾ ക്ലോസ് ചെയ്തു. അപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര കൺസോൾട്ടേഷനും ഈ ഒരു മൊമെൻറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെയൊക്കെ ഉണ്ടായപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഈ നാളെ NFP വരുന്നുണ്ട്. സോ അതിൻ്റെ കൺസോൾട്ടേഷനാണ്. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നമ്മളുടെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആവാറായി. കാരണം നോ എൻട്രീസ്, ഒരുമാതിരി അലമ്പ് പ്രൈസ് ആക്ഷനുകൾ വന്നു തുടങ്ങി. സോ ഇനിയും 2 മാസം ഇങ്ങനെ ആവാനാണ് സാധ്യത. കൺസോൾട്ടേഷൻ ആയിരിക്കും. നല്ല പോലെ ഇതുപോലത്തെ പ്രൈസ് ആക്ഷനുകളായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ജനുവരി ലാസ്റ്റൊക്കെ ആവണം ഇനി നല്ലൊരു പ്രൈസ് ആക്ഷൻ കിട്ടണമെങ്കിൽ. സോ ഞാൻ ട്രേഡിങ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ബ്രേക്ക് എടുത്ത് ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇനി ഞാൻ ട്രേഡിങ് ചെയ്യാൻ പ്ലാനുള്ളൂ. സോ അതുവരെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ യൂട്യൂബിൽ എഡ്യൂക്കേഷൻ വീഡിയോസ് ഇടണമെന്നും പിന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണമെന്നൊക്കെ ഒരു ചെറിയ ആഗ്രഹം. സോ ജസ്റ്റ് ഞാൻ അതിന് വേണ്ടി എല്ലാം സ്പെൻഡ് ചെയ്യും. അതായിരിക്കും നെക്സ്റ്റ് എൻ്റെ എയിം. അപ്പം ഇതായിരുന്നു ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. നമുക്ക് ലണ്ടനിൽ ഈ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നോക്കുകയാണെങ്കിൽ ന്യൂയോർക്കിൽ ഞാൻ തുറന്നിട്ടേ ഇല്ല. ന്യൂയോർക്കിൽ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീ ന്യൂയോർക്കിൽ. ഇത് 8:30 ആണ്. ഇത് പ്രീ ന്യൂയോർക്കാണ്. പ്രീ ന്യൂയോർക്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നമ്മുടെ 8:30 ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആ 8:30 ന്യൂസ് 3 മിനിറ്റിൽ FEGയിൽ മെഡിക്കേറ്റ് ചെയ്ത് നേരെ പോയി, എവിടേക്കോ പോയി. പിന്നീട് ഫുള്ള് പ്രീമിയത്തിലേക്കാണ് പ്രൈസ് ഫുള്ള് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡിസ്കൗണ്ട് വന്നിട്ടൊരു പ്രീമിയം റാലി എന്ന് പറയാനൊന്നുമില്ല. ഫുള്ള് പ്രീമിയത്തിലാണ് കളി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ചുമ്മാ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് മാത്രമാണ് ഈ സാധനം മേളിലേക്ക് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു വീക്ക് കയറിയതാണ്. ഇവിടെ നോക്കിയാൽ കാണാം ഫുള്ള് മേളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
സെല്ല് ചെയ്യുന്നവരെല്ലാം എടുത്തെടുത്ത് പോവുകയാണ്. സാധാരണ അങ്ങനെയല്ല, നമ്മൾക്കൊരു പ്രീമിയം ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞ് അങ്ങനെ പോകാറുള്ളായിരുന്നു. സോ ഇയർ എൻഡിങ്ങിൻ്റെയാണ്. സോ ഇങ്ങനെയൊക്കെയാണ്, ഹൈലി മാനിപ്പുലേറ്റഡ് ആണ്, നൈസാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. See you guys in next video. Stay safe. Sipping on Vex for the next say something. Never tell her back that I never stay running. Sipping on Vex, damn, know I got stacks in the lab taking pictures.